ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മത്തി മുളകിട്ടത് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ മത്തിയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയുള്ളി വേണം, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ മസാലപ്പൊടി. ഇതിൽ മുളക് പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, പിന്നെ കാശ്മീരി ചില്ലി ഇട്ട കളറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടംപുളി, നമ്മൾ ആവശ്യത്തിനുള്ള കുടംപുളി എടുത്തിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം, പിന്നെ കുറച്ച് ഉലുവ, എണ്ണ, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. മുളകൊക്കെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ മുളകാണ്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുളകൊക്കെ എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ മസാല അങ്ങനെ തന്നെ. മീൻ കുറച്ചേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മസാല മതി. അപ്പോൾ മീൻ കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മസാല എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മത്തി മുളകിട്ടത്, ഇത് ഞങ്ങളുടെ സ്റ്റൈലിൽ കേട്ടോ, അതായത് എൻ്റെ സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വേറെ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് മത്തി മുളകിട്ടത് ഉണ്ടാക്കാം, തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ അതേ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. മൺചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. ഞാനിപ്പോൾ ഇതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് നന്നായി ചൂടായി വരട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടട്ടെ. ഉലുവതേ ഇപ്പോൾ പൊട്ടാൻ തുടങ്ങി. ഇനി നമുക്കതിൽ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കടുകും ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ കടുകും ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് വാടി വരട്ടെ. ചെറിയുള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരുമിച്ച് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചില ആൾക്കാർ ഇതിനകത്ത് തക്കാളിയൊക്കെ ചേർക്കും കേട്ടോ മീൻ കറിയിൽ. പക്ഷെ ഞാനിവിടെ തക്കാളിയൊന്നും ഇടാറില്ല. ഇതെൻ്റേതായ രീതിക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വേറെ രീതിക്കായിരിക്കാം. എൻ്റെ രീതി ഇങ്ങനെയാണ്. ഞാനിങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നത് കേട്ടോ. സാധാരണ ഇവിടെ തേങ്ങ അരച്ചിട്ടാണ് വെക്കാറ്. ഇന്നിപ്പോൾ മുളക് കറി കുറച്ചേ ഉള്ളൂ മീൻ, അപ്പോൾ മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഗ്യാസ് കുറച്ച് വെക്കുക, കരിഞ്ഞു പോകരുത് കേട്ടോ. ഇപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, ഇത് മൂന്നുമാണ് കേട്ടോ.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോകരുത്. ഗ്യാസ് കുറച്ച് വെച്ചിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളി ആ വെള്ളത്തോട് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളക്കട്ടെ ഒന്ന്. ഇപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. മീൻ മത്തി, ചെറിയ മത്തി ആയതുകൊണ്ട് ഞാൻ മുറിക്കുന്നില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മീൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതൊരു 2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ. അതിൽ കിടന്നിട്ട് ഇപ്പോൾ ഇതാ മീനും കൂടി ഇട്ട് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. മീനൊന്ന് വെന്ത് കിട്ടട്ടെ. അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒന്ന് വെന്ത് കിട്ടട്ടെ മീൻ. മീൻ കറി ആവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് വറക്കാനുള്ള മീൻ മസാല തിരുമ്മി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തു. മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്തു. പിന്നെ ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇതേ കുരുമുളക് പൊടി ചേർത്തു. പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ ഇതാ നാരങ്ങ നീരും കൂടി ചേർക്കുകയാണ് കേട്ടോ. നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യുക. എന്നാലാണ് മസാല എല്ലാം മീനിൽ നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. മത്തി വാങ്ങിയതിൻ്റെ ഒപ്പം 2-3 അയിലയും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മീനിലിപ്പോൾ മസാല എല്ലാം നന്നായി തിരുമ്മി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മസാലയൊക്കെ ഒന്ന് മീനിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് നമ്മുടെ മീൻ കറി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. എന്തായി നോക്കാം. കണ്ടോ, മീനൊക്കെ നന്നായി തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് മത്തി മുളകിട്ടത്. എൻ്റെ മീനെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. കണ്ടോ, ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകും കേട്ടോ കറി. അപ്പോൾ ഒന്നും കൂടി ചാറ് വറ്റും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചാറ് വറ്റിക്കാത്തത്. ചൂടാറുമ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് കറി ഒന്ന് കുറുകും. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മത്തി മുളകിട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബായ്.